ഹായ് ഹലോ. അപ്പം ഞാൻ മെഹന്തി ഇട്ട് കൊടുക്കുന്ന ഒരു ഷോർട്സ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും അത്യാവശ്യം നല്ല രീതിക്കുള്ള കമൻസുകളൊക്കെയാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അവളുടെ എൻഗേജ്മെൻറ്റ് ദിവസവും കൂടെ ചേർത്തിട്ട് ഒരു ലോങ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന്. നന്ദന എന്നാണ് മോളുടെ പേര്. അപ്പോൾ ഏകദേശം ഒരു 11:30 സമയമൊക്കെ ആയപ്പോഴാണ് വന്നിട്ടുണ്ടായിരുന്നത്. ആദപ്പൻ ഉറങ്ങുന്ന സമയമാണ്. പക്ഷെ അവരെത്തുന്നതിന് മുന്നേ തന്നെ ആദപ്പനെ ഞാൻ ഉറക്കി കിടത്തിയതുകൊണ്ട് അവന് ഏകദേശം ഒരു ഉറക്കം കഴിഞ്ഞ് എണീക്കാനുള്ള സമയം ആവുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ബഹളവും ചിരിയും കളിയൊക്കെ കണ്ടിട്ട് അവൻ എണീക്കുകയും ചെയ്തു. 2-3 ദിവസത്തിന് മുന്നേ തന്നെ എനിക്ക് 2 ഡിസൈനോളം അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ എനിക്ക് ഏതാണോ നല്ലത് വരയ്ക്കാൻ പറ്റുന്നത് എളുപ്പമായിട്ടുള്ളതൊക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾ. അപ്പോൾ ഞാൻ ഈ ഒരു ഫോണിൽ കാണുന്ന ഡിസൈനാണ് വരയ്ക്കാൻ ഉദ്ദേശിച്ചത്. പക്ഷെ അങ്ങനെയൊന്നും വരില്ല എന്നുള്ളത് എനിക്ക് തന്നെ അറിയാം. എന്നാലും അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ ഞാൻ അത്യാവശ്യം വരയ്ക്കുന്ന കാര്യം അവൾക്ക് അറിയാം. അതുകൊണ്ടാണ് അവൾ എന്നെ സമീപിച്ചത് ഈ ഒരു സംഭവം ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മൾ ബുക്കിലൊക്കെ വരയ്ക്കുന്ന പടം പോലെ അത്ര ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റില്ല നമുക്ക് ഈ മെഹന്തി കോൺ വെച്ചിട്ട് കയ്യിൽ വരയ്ക്കുമ്പോൾ. ബുക്കിലും പേപ്പറിലും ഒക്കെ നമുക്ക് വരയ്ക്കുമ്പോൾ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് കറക്റ്റായിട്ട് തിരിച്ചും മറിച്ചും ഒക്കെ വയ്ക്കാം. പക്ഷെ നമുക്ക് കൈ അങ്ങനെയൊന്നും വളച്ചൊടിക്കാൻ പറ്റില്ല. ഈ വലിയ ഡിസൈനൊക്കെ അയച്ചു തന്നെങ്കിലും അവൾക്ക് അത് തന്നെ പെർഫെക്റ്റ് ആയിട്ട് വേണമെന്നൊന്നും ഉണ്ടായിരുന്നില്ല. കൈ നിറച്ചിട്ടേക്കണം എന്നുള്ള ആഗ്രഹം മാത്രമേ ഉള്ളൂ. പാവം കുട്ടിയായിരുന്നു. എനിക്കും ആ ഒരു ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ. വൃത്തികേടില്ലാത്ത രീതിയിൽ അവളുടെ മനസ്സിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ചെയ്തു കൊടുക്കുക എന്നുള്ളത് മാത്രം. എൻ്റെ എൻഗേജ്മെൻറ്റിന് ഞാൻ തന്നെയാണ് കയ്യിൽ വരച്ചത്. പക്ഷെ ഞാനന്ന് ഒരു കയ്യിലേ വരച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. നമുക്ക് സ്വന്തമായിട്ട് വരയ്ക്കുമ്പോൾ ഒരു കയ്യിലേ വരയ്ക്കാൻ പറ്റുള്ളൂ. ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ അവളെ ധൈര്യപൂർവ്വം വിളിച്ച് വരുത്തിയത്. വന്ന പാടെ അവളെ പിടിച്ചിട്ട് ഞാൻ മെഹന്തി ഇട്ട് തുടങ്ങുവാണ്. എന്നിട്ട് പോലും എനിക്ക് ധാരാളം സമയം വേണ്ടി വന്നു ഇതൊന്ന് ഫിനിഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. കാരണം ഒരു മെഹന്തി എക്സ്പെർട്ട് അല്ലല്ലോ ഞാൻ. ഒരു വിരലിലിട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ആദപ്പൻ ഉണർന്നിരുന്നു. എന്ത് പറ്റിയെന്ന് അറിയില്ല. പക്ഷെ ആദപ്പൻ നന്നായിട്ട് സഹകരിച്ചു. അവൻ്റെ കളിപ്പാട്ടങ്ങളൊക്കെ വെച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കളിച്ചുകൊണ്ടൊക്കെ നിന്നു. അതുകൊണ്ട് അവനെ കൊണ്ട് നമുക്കൊരു ശല്യം ഉണ്ടായില്ല. പക്ഷെ നമുക്ക് സമയം വേറൊരു പ്രശ്നമായിരുന്നു. അവളുടെ കൂടെ ഒരു കൂട്ടുകാരിയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മോൾക്കും വീട്ടിൽ പോകണം. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സമയപ്രശ്നം മാത്രമാണ് നമുക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യം ഇട്ട കൈയുടെ ഈ ഒരു ഭാഗമൊക്കെ ഞാൻ ആ ഫോണിലുള്ളത് പോലെ തന്നെയാണ് വരയ്ക്കുന്നത്. പക്ഷെ ഇങ്ങോട്ട് താഴോട്ട് വന്നപ്പോഴത്തേക്കും ആ ഡിസൈനൊക്കെ മാറിയിട്ട് പിന്നെ അതെൻ്റെ സ്വന്തം സൃഷ്ടികളൊക്കെ ആയിട്ട് മാറി. കൂട്ടത്തിൽ എളുപ്പമെന്ന് തോന്നി 1-2 ഡിസൈൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരച്ചോളാൻ അവൾ തന്നെ എനിക്ക് അനുവാദം തന്നു. ഏകദേശം ഒരു കൈയോളം പൂർത്തിയാവാറായപ്പോഴാണ് നമുക്ക് ചോറ് കഴിക്കേണ്ട സമയമായത്. പിന്നെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാണ് അടുത്ത ബാക്കി പണി തുടങ്ങിയത്. ഇതിനിടയ്ക്ക് ചെറുതായിട്ട് ആദപ്പനൊന്ന് ഇടഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അമ്മയും അതുപോലെ തന്നെ മോളുടെ കൂട്ടുകാരിയും ഉള്ളതുകൊണ്ട് നമ്മളതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് കവർ ചെയ്ത് പോയി. ആ സമയത്ത് നല്ല ധൃതിപ്പെട്ട് വരച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കുന്നതൊന്നും എനിക്ക് ശ്രദ്ധിക്കാനൊന്നും പറ്റിയില്ല. ഫോൺ ഓൺ ചെയ്ത് വെച്ചിട്ട് ഞാൻ ഈ വരച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് വെച്ചിട്ടൊക്കെ ഫോൺ ഓഫായി പോയി. എല്ലാം കഴിഞ്ഞ് അവരൊക്കെ പോയതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ എന്നെടുത്ത് നോക്കുന്നത്. പക്ഷേ ഈ വീഡിയോയിൽ ഈ വരച്ചത് കാണാൻ നല്ല ഭംഗി തോന്നി എനിക്ക്. പക്ഷേ നേരിട്ട് ഈ ഒരു ഭംഗിയൊന്നും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. കാരണം വരച്ച് കഴിഞ്ഞ പോർഷൻസ് ഒന്ന് ഉണങ്ങി കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് ഏകദേശം ഒരു ചൊറി പിടിച്ച ലുക്കിലാണ് ഇരുന്നത്. അതുപോലെ വലിയ ചുമപ്പും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഇത്രയും കഷ്ടപ്പെട്ട് വരച്ചിട്ട് ഇത്രയും കഷ്ടപ്പെട്ട് ഇരുന്ന് വന്നിട്ടും ചുമന്നില്ലെങ്കിൽ കഷ്ടമല്ലേ. വരയ്ക്കുന്നതിനിടയിൽ ഈ ഒരു സങ്കടം നമ്മുടെ രണ്ടുപേരുടെ മനസ്സിലും ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും പരസ്പരം ആശ്വസിപ്പിച്ചായിരുന്നു മുന്നോട്ട് പോയത്. ഈ ഒരു ഘട്ടം എത്തിയപ്പോൾ ഏകദേശം ഒരു 5-5:30 മണിയായിട്ടുണ്ടാവും. അതിപ്പോൾ നന്നായിട്ട് കരഞ്ഞു തുടങ്ങി. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും നിറയ്ക്കാൻ വേണ്ടിയിട്ടാണ് കൈയുടെ താഴ്ഭാഗത്തോട്ടൊക്കെ നമ്മൾ വരച്ചു വെച്ചിരിക്കുന്നത്. പൂജ്യം വീട്ടി കളിച്ചത് വരെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷെ എന്നിരുന്നാലും കൈ ചുമന്നു കഴിഞ്ഞാൽ ഒരു ഭംഗി ഉണ്ടാവും എന്നുള്ളതായിരുന്നു ഏക ഒരു ആശ്വാസം. അങ്ങനെ മെഹന്തി ഇടൽ കഴിഞ്ഞതേ അവര് ടാറ്റ ബൈ ബൈ പറഞ്ഞു പോവാണ്. കൂടെ ഉണ്ടായിരുന്ന കുട്ടിക്ക് പബ്ലിസിറ്റി ഇഷ്ടമല്ല. അതുകൊണ്ട് അവൾ ക്യാമറയ്ക്ക് പിന്നിലിരുന്നു. ഇതായിരുന്നു നമ്മുടെ മെഹന്തി ചുമന്നു കഴിഞ്ഞിട്ടുള്ള ഒരു ലുക്ക് എന്ന് പറയുന്നത്. വലിയ രീതിക്കുള്ള ചുമപ്പില്ലെങ്കിലും തരക്കേടില്ല. പിറ്റേ ദിവസം എൻഗേജ്മെന്റിന് ചേട്ടന് ലീവില്ലാത്തതുകൊണ്ട് ഞാനും അമ്മയും ആദപ്പനും കൂടെയാണ് പോയത്. ആദപ്പൻ പിന്നെ വണ്ടിയിൽ കയറേണ്ട താമസം അവൻ കാറ്റടിച്ച അപ്പം ഉറങ്ങും. അങ്ങനെ നമ്മൾ ഓഡിറ്റോറിയത്തിൽ എത്തി. റോഡ് സൈഡിൽ തന്നെ ഇഷ്ടംപോലെ വണ്ടികൾ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് തന്നെ നമുക്ക് തിരക്ക് മനസ്സിലാക്കാൻ പറ്റി. ഈ വഴി നേരെ ചെന്നിറങ്ങുന്നത് ഒരു മുരുകന്റെ അമ്പലത്തിലേക്കാണ്. അതിന്റെ തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു ഓഡിറ്റോറിയം വരുന്നത്. ഓഡിറ്റോറിയത്തിന്റെ മുന്നിൽ തന്നെ രണ്ടുപേരുടെയും ഫ്ലെക്സ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. വളരെയധികം നേരത്തെ കയറി ചെന്നതുകൊണ്ട് തന്നെ ഏറ്റവും പുറകിൽ കഷ്ടിച്ചൊരു സീറ്റ് കിട്ടി. കുഞ്ഞിനെ വെച്ചോണ്ട് നിൽക്കുന്ന കണ്ടിട്ട് ആരും എണീറ്റ് തന്നതാണ് എനിക്ക്. വീഡിയോ എടുക്കുന്നത് കണ്ട പതിവ് പോലെ ആദപ്പന്റെ ഒരു കഥകളി കാണും. അങ്ങനെ ആദപ്പന്റെ പെർഫോമൻസ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പെൺകുട്ടി നമ്മുടെ അടുത്തേക്ക് വന്നു. ഡാർക്ക് പർപ്പിൾ കളർ ലെഹങ്കയായിരുന്നു അവളുടെ വേഷം. നല്ല സുന്ദരി കുട്ടിയായിട്ട് ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അവൾ ആദപ്പനെ കണ്ടിട്ട് കളിപ്പിച്ചിട്ട് നിൽക്കുവാണ്. അപ്പോഴേക്കും എൻ്റെ അമ്മയും ചേട്ടനും അച്ഛനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ആദപ്പനെ അമ്മ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുവാണ്. ഇതുപോലെ സൗണ്ടുകളൊക്കെ ഉണ്ടാക്കിയിട്ട് സ്വന്തമായിട്ട് ചിരിക്കുക എന്നുള്ളതാണ് ആദപ്പന്റെ ഇപ്പോഴത്തെ ഹോബി. അതവിടെ നടന്നുകൊണ്ടിരുന്നപ്പോൾ തന്നെ നമ്മുടെ സ്റ്റേജിൽ ജാതക കൈമാറ്റം നടന്നു. പിന്നെ മോതിരം ഇടുന്ന സമയമായി അവരൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും പുറകിൽ എന്നോട് നമുക്ക് അതൊന്നും കാണാൻ പറ്റിയില്ല. മോതിരം ഇട്ട് കഴിഞ്ഞതിന് ശേഷം അവർ ഫാമിലി ഫോട്ടോ ഒക്കെ എടുക്കുകയാണ്. ആ സമയത്ത് നമുക്ക് തിരക്കൊന്ന് കുറഞ്ഞു. കാരണം സദ്യക്ക് വേണ്ടിയിട്ട് എല്ലാവരും പോകും. പിന്നെ ഞാനും അമ്മയും കൂടെ ഒരു സെൽഫി എടുക്കാമെന്ന് വിചാരിച്ചു. സദ്യ കഴിക്കാൻ പോകുമ്പോൾ തിരക്ക് വരുന്ന മറ്റൊരു സംഭവമാണ് ഫോട്ടോ സെഷൻ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് നമ്മളും സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. ഞാനും അമ്മയും അച്ഛനും ഒക്കെ ഒരുമിച്ച് തന്നെയാണ് ഇരുന്നത്. അതപ്പനെ അമ്മ വെച്ചോളാം, അമ്മ ചോറൊക്കെ കൊടുത്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ സമാധാനപൂർവ്വം ഇരിക്കാമെന്ന് വിചാരിച്ചു. കറികളൊക്കെ വിളമ്പി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അതപ്പനെ പോലെ ഓപ്പോസിറ്റ് ഒരു കൊച്ചിരിപ്പുണ്ട്. അവനെ നോക്കി ഹായ് പറയുകയാണ് ആദപ്പൻ. 12 കൂട്ടം കറികളൊക്കെ ഉള്ള ഒരു അടിപൊളി സദ്യയായിരുന്നു. പക്ഷെ സദ്യയുടെ ഭംഗി മാത്രമേ ആസ്വദിക്കാൻ പറ്റുള്ളൂ. കഴിച്ച് ആസ്വദിക്കാൻ പറ്റിയില്ല. അതിനെന്റെ മോൻ എന്നെ അനുവദിച്ചില്ല. മുൻപൊക്കെ എവിടെയെങ്കിലും കൊണ്ടുപോയാലും ഒന്നും കഴിച്ചില്ലെങ്കിൽ അവൻ മിണ്ടാതിരിക്കുമായിരുന്നു. പക്ഷെ ഇപ്പൊ അവൻ അങ്ങനെയല്ല. നോക്കിക്കോളാന്ന് പറഞ്ഞാൽ അമ്മയ്ക്കും കഴിക്കാൻ പറ്റിയില്ല, എനിക്കും കഴിക്കാൻ പറ്റിയില്ല.
സദ്യയൊക്കെ കഴിഞ്ഞിരിക്കാൻ വന്നപ്പോൾ അവന്റെ തരത്തിലുള്ള ആൾ അവൻ കണ്ടെത്തി. കൊച്ചിനെ ഇടം വരെ തിരിയാൻ അവൻ സമ്മതിച്ചിട്ടില്ല. പിന്നെ അവിടെ പാട്ടൊക്കെ ഇട്ടപ്പോൾ പിന്നെ അതിലോട്ടായി ശ്രദ്ധ. ഇപ്പൊ അവന്റെ ഫേവറേറ്റ് പാട്ടാണ് ഇല്ലുമിനിറ്റി. അപ്പൊ അത് കേട്ടപ്പോൾ അവന്റെ ഡാൻസ് ഒക്കെ കളിക്കുവാണ്. അത് കണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ പെങ്കൊച്ചിന്റെയും കൂട്ടുകാരികളുടെ ഡാൻസ് തുടങ്ങിയത്. 3 പാട്ടോളം വരുന്ന ഒരു ഫ്യൂഷൻ ഡാൻസ് ആയിരുന്നു. സംഭവം നല്ല അടിപൊളിയായിരുന്നു. അവള് കുഞ്ഞിലേ തൊട്ട് ഡാൻസ് ചെയ്യും. പാട്ടൊക്കെ ആഡ് ചെയ്തിടണമെന്നുണ്ട്, പക്ഷെ കോപ്പിറൈറ്റ് വന്നാലും ഒന്ന് പേടിച്ചിട്ടാണ് പാട്ടൊന്നും ആഡ് ചെയ്യാത്തത്. അപ്പോഴേക്കും ഏകദേശം ആൾക്കാരെല്ലാവരും പോയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇറങ്ങാന്ന് വിചാരിച്ചു. ഡാൻസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം പുറത്തിറങ്ങി ഓട്ടയ്ക്ക് വെയിറ്റ് ചെയ്ത് നിന്നപ്പോഴാണ് ആദപ്പന്റെ അകത്തുള്ള കളിക്കൂട്ടുകാരി നമ്മൾ വീണ്ടും കണ്ടുമുട്ടിയത്. അകത്ത് വെച്ച് പരിചയപ്പെട്ടു എന്നുള്ള പരിചയത്തിൽ ഉമ്മ കൊടുക്കാൻ പോയതാണ്. പക്ഷെ ആ കൊച്ചു നിരസിച്ചപ്പോൾ അവന് ദേഷ്യം വന്നു. പിന്നെ എല്ലാരും കൂടെ പറഞ്ഞ് ഒത്തുതീർപ്പാക്കി ഒന്ന് ഉമ്മ ഒടിപ്പിക്കാൻ നോക്കുവാണ്. കടന്ത കൊട്ടിയതുപോലെ ഇരുന്ന എന്റെ മോന്റെ മുഖം ഒരു ഉമ്മ കൊണ്ട് ട്യൂബ് ലൈറ്റ് പോലെ കത്തുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അത് കഴിഞ്ഞ് ഇന്നിപ്പോൾ നമ്മുടെ ഓട്ടോ വന്നു. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് പോകണം. അപ്പോൾ ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.